സൂര്യ 46 സിനിമയുടെ ഷൂട്ടിംഗ് ജൂൺ 9 തുടങ്ങും. ലക്കി ഭാസ്കർ സിനിമയുടെ ഡയറക്ടറായ വെങ്കി അറ്റ്ലൂരിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ബെൻസ് സിനിമയുടെ ഭാഗത്തുനിന്ന് നിവിൻ പോളിയുടെ ഗ്ലിംസ് വീഡിയോ ഇന്നലെ റിലീസ് ചെയ്തിരുന്നു. ബെൻസിൽ വാൾട്ടർ എന്ന വില്ലൻ ക്യാരക്ടറായിട്ടാണ് നിവിൻ പോളി അഭിനയിക്കാൻ പോകുന്നത്. രാഘവ ലോറൻസ് നായകനായിട്ടെത്തുന്ന ബെൻസ് എന്ന സിനിമയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലോകേഷ് കനകരാജാണ്. അതുപോലെ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഭാഗ്യരാജ് കണ്ണനാണ്. അദ്ദേഹം തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നതും. സുരേഷ് ഗോപിയുടെ JSK സിനിമയുടെ പുതിയ ടീസർ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്ന വീഡിയോ കണ്ടന്റുകൾക്കൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നല്ലൊരു കണ്ടന്റിൽ വരുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും JSK. ജൂൺ 20 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കമൽഹാസൻ്റെ ദഗ് ലൈഫ് സിനിമ ഇന്ന് റിലീസ് ചെയ്തല്ലോ. സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ടുകളാണ് കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ലഭിക്കുന്നത്. കണ്ടുപിടുത്ത ക്ലീഷേ സ്റ്റോറി തന്നെയാണ് സിനിമയുടേതെന്നും സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ് ആയിട്ടാണ് പോകുന്നതെന്നും STR സിനിമയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും അതുപോലെ സിനിമയുടെ മ്യൂസിക്കും സിനിമാറ്റോഗ്രാഫിയും മികച്ചതായിട്ടുണ്ടെന്നുള്ള അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ദഗ് ലൈഫ് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ ഏകദേശം 20 കോടിയോളം ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം എങ്ങനെയൊക്കെയാണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക. സൂര്യ വെട്രിമാരൻ കോമ്പോയിൽ വരാനിരുന്ന ഒരു വമ്പൻ ചിത്രമാണ് വാടിവാസൽ. ഈ ഒരു സിനിമ കുറേ കാലങ്ങളായി ആരാധകർ കാത്തിരിക്കുന്നു. എന്നാൽ ഈ ഒരു സിനിമ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വി ക്രിയേഷൻസ് ആയിരുന്നു ഈ ഒരു സിനിമ നിർമ്മിക്കാനിരുന്നത്. വി ക്രിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെട്രിമാരൻ്റെ പുതിയ സിനിമയിൽ STR ആണ് നായകനായിട്ട് എത്തുന്നതെന്നും സിനിമയുടെ ഷൂട്ടിംഗ് ജൂലൈയിൽ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.